ജനാധിപത്യം അപകടത്തിൽ .pdf എന്ന സ്രോതസ്സാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇതിലെ പ്രധാന വാദങ്ങൾ, എന്തുകൊണ്ട് അതൊക്കെ ശ്രദ്ധ നേടുന്നു? നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇതിലെ ഒരു പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആശങ്ക അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചാണ്. അതായത് കഴിഞ്ഞൊരു 11 വർഷമായി EVM വെച്ച് തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ കൃത്രിമം നടക്കുന്നുവെന്ന്. അതെ, ഇത് വോട്ടിംഗ് പ്രക്രിയയുടെ ആ വിശ്വാസ്യതയെ അതിനെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ശരിയാണ്. ഈ രേഖയുടെ ഒരു കാതൽ അതുതന്നെയാണ്. വോട്ടർമാർ പലതരത്തിലുള്ള സമ്മർദ്ദം നേരിടുന്നു എന്ന് പറയുന്നതോടൊപ്പം അവർ ചെയ്യുന്ന വോട്ടിന് എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ സുതാര്യതയെക്കുറിച്ച് വലിയ സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ EVM സംബന്ധിച്ച ആശങ്കകൾ അത് പുതിയതൊന്നുമല്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു ഇലക്ട്രോണിക് സിസ്റ്റം, അതിനെ ആശ്രയിക്കുന്നതിലെ ഒരു അപകടം, അതാണ് ഈ രേഖ കൂടുതലായിട്ട് ഊന്നുന്നത്. വോട്ടിന്റെ വിശ്വാസ്യത പോയി എന്നൊരു വാദമാണ് അതിൻ്റെ ഒരു സെന്റർ പോയിന്റ്. ഈ വിശ്വാസ്യതയുടെ പ്രശ്നം അത് അടുത്തൊരു പോയിന്റുമായിട്ട് നന്നായി കണക്റ്റ് ആവുന്നുണ്ട്. അതായത് ഈ രേഖ ചോദിക്കുന്നു, രാജ്യം കണ്ട വലിയൊരു കർഷക സമരം നടന്നു. അതിനുശേഷവും ആ സമരത്തിന് കാരണമായ നയങ്ങൾക്കെതിരെ വലിയ മാറ്റമില്ലാതിരുന്നിട്ടും അതേ ഭരണകക്ഷി തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് എങ്ങനെയാണ്? ജനങ്ങളുടെ ഒരു വികാരം അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നില്ലേ എന്നൊരു സംശയം. തീർച്ചയായും ആ ഒരു ചോദ്യത്തെ ബലപ്പെടുത്താൻ വേണ്ടിയാണ് സാമ്പത്തിക ഞെരുക്കം, പിന്നെ തൊഴിലില്ലായ്മ, വർഗീയമായ വേർതിരിവുകൾ, അങ്ങനെ ഒരുപാട് ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ച് സ്രോതസ്സ് സംസാരിക്കുന്നത്. ഇത്രയധികം ജനവിരുദ്ധമെന്ന ഈ രേഖ തന്നെ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടായിട്ടും തുടർച്ചയായി തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് എങ്ങനെ സാധ്യമാകുന്നു? അതൊരു ഗൗരവമുള്ള ചോദ്യമായിട്ടാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് സ്വാഭാവികമായും ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള ഒരു വിശ്വാസത്തെ ബാധിക്കുന്നു എന്നും ഇതിലൊരു വാദമുണ്ട്. അപ്പൊ ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ, അതിന്റെ ഫലങ്ങൾ, അതിനെക്കുറിച്ചുള്ള ആശങ്കകളോടൊപ്പം തന്നെ ഈ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എങ്ങനെ എത്തുന്നു എന്നതിനെക്കുറിച്ചും ഈ രേഖയ്ക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് മുഖ്യധാരാ മാധ്യമങ്ങളുടെ പങ്ക്. ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾക്ക് വലിയൊരു റോളുണ്ട്, സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും ഭരണകൂടത്തിന്റെ ഭാഗം മാത്രം പറയുന്നു, അവരുടെ അജണ്ടകൾ മാത്രം പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ഒരു ആരോപണമാണ് ഇതില്. ശരിയാണ്, അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതായത് പ്രതിപക്ഷത്തിന്റെ ശബ്ദങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ, അതിനെയൊക്കെ ദേശദ്രോഹമെന്നോ അല്ലെങ്കിൽ അരാജകത്വമെന്നോ ഒക്കെ മുദ്രകുത്തി തള്ളിക്കളയുന്നു. എന്നിട്ട് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റുന്നു. ഇതാണ് ഈ രേഖയുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഒരു പൗരന് വിവരമറിയാനുള്ള അവകാശം അത് ഇവിടെ എങ്ങനെയാണ് ഇല്ലാതാകുന്നതെന്നൊരു ചോദ്യം വരുന്നുണ്ട്. പക്ഷപാതിത്വം എന്ന് ആരോപിക്കുന്നത്, ഇതെല്ലാം കൂടെ ചേർത്തു വായിക്കുമ്പോൾ ജനാധിപത്യം എന്ന ഒരു അടിസ്ഥാന ആശയം, ജനങ്ങളുടെ അധികാരം, അത് ദുർബലപ്പെടുകയാണോ? അതാണോ ഈ രേഖ പറയാൻ ശ്രമിക്കുന്നത്? ജനങ്ങളുടെ വോട്ടിനോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്കോ ഒരു വിലയില്ലാത്ത അവസ്ഥ വരുന്നു എന്നാണോ? അതെ, അങ്ങനൊരു വലിയ ആശങ്കയാണ് ഇതിൽ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം വേണം എന്നൊരു ആഹ്വാനവും ഈ രേഖ നൽകുന്നത്. അത് ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെയുള്ളൊരു വിളിയായിട്ടല്ല, മറിച്ച് ഈ ജനാധിപത്യ മൂല്യങ്ങൾ അത് വീണ്ടെടുക്കാനുള്ളൊരു ശ്രമമായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. മതപരമായ വേർതിരിവുകൾ, പിന്നെ ഈ അധികാര കേന്ദ്രീകരണം, ഇതിനെയൊക്കെ എതിർക്കാൻ ജനങ്ങൾ ഒന്നിക്കണം, വോട്ടിൻ്റെ മൂല്യം സംരക്ഷിക്കപ്പെടണം എന്നൊക്കെ പറയുന്നു. ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടി, ഒരു ഓർമ്മപ്പെടുത്തൽ, അതാണിതിലുള്ളത്. ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ബാലറ്റ് പേപ്പർ സിസ്റ്റത്തിലേക്ക് തിരിച്ചു പോകണം എന്നൊരു നിർദ്ദേശവും ഇത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതെ, അപ്പോൾ നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കും കൂടി ആലോചിക്കാനൊരു കാര്യം വിടുകയാണ്. ഈ രേഖ ഇപ്പോൾ പ്രധാനമായും സംസാരിച്ചത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ മാറ്റങ്ങളെക്കുറിച്ചാണല്ലേ, ബാലറ്റ് പേപ്പർ പോലെ. എന്നാൽ ആ തെരഞ്ഞെടുപ്പിനപ്പുറം നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ജനാധിപത്യപരമായ സംവാദങ്ങൾ നിലനിർത്താൻ, വിയോജിപ്പുകളെ മാനിക്കാൻ, ഭരണകൂടത്തെ ഉത്തരവാദിത്തം പറയിപ്പിക്കാൻ, അങ്ങനെയുള്ള മൂല്യങ്ങൾ ശക്തിപ്പെടുത്താൻ ഓരോ പൗരനെന്ന നിലയിൽ